നമസ്കാരം. ജാഗ്രത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയത്തെ തന്നെ ഉൾപ്രദേശമായ വരമ്പിനകം സ്വദേശികളുടെ അടുത്താണ്. ഈ ഒരു സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വികസന പ്രവർത്തനങ്ങളോ ഒരു വികസന കാര്യങ്ങളോ ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്ന്. വീണ്ടും ഒരു വോട്ട് കാലം കൂടെ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ നിവാസികൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ദുരിതപൂർണമായ ജീവിതമാണ് ഇവർ നയിക്കുന്നത്. പറയത്തക്ക കറണ്ടോ പോസ്റ്റുകളോ, ഇവർക്ക് കുടിക്കാൻ കൃത്യമായ വെള്ളം പോലും ലഭിക്കുന്നില്ല. പൈപ്പ് ലൈനുകളില്ല. വളരെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നടുകിലാണ് ഇവിടുത്തെ നിവാസികൾ കഴിയുന്നത്. അച്ഛാ, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ശരിക്കും? ഇവിടെ വഴിയില്ല, വെള്ളമില്ല, വഴിവിളക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിനെന്തേലും പരിഹാരം ഇവിടെ നാട്ടകം പഞ്ചായത്ത് മുതൽ ഇപ്പം കോട്ടയം നഗരസഭ വരെയായി. അധികാരികളോട് പറഞ്ഞിട്ട് അവർക്കൊന്നും യാതൊരു താല്പര്യമില്ല. ഇവിടെയൊന്നും കൗൺസിലറൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു വികസനത്തിൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ MLA ഉണ്ട്. MLAക്ക് പല പ്രാവശ്യവും ഈ വഴിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇലക്ഷനായപ്പം പല ആളുകളും വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ഈ ഭാഗം ഒരു രീതിയിലും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഈ കോട്ടയം നഗരസഭയുടെ 41ാം വാർഡായത്. ഈ ഭാഗം വെള്ളം എന്ന് പറയുന്നൊരു കാര്യം ഇല്ല ഇവിടെ. കാരണം കുടിവെള്ളവും ഇല്ല, വെള്ളവും ഇല്ല. ഇപ്പൊ ആറ്റിലെ പോളയും തിങ്ങി. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ, ഈ ആറ്റിലെ പോളയും വെള്ളമൊക്കെ വളരെ മോശമായ വെള്ളം. മനുഷ്യരെങ്ങനെ ജീവിക്കുന്നത് പോലും ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ കുറെ പേര് നമ്മളിവിടെ എന്ത് ചെയ്യാം, മനുഷ്യരെന്ന് പറയാൻ പറ്റില്ലാത്ത രീതിയിൽ അവർ നോക്കുന്നത്. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം കസേരയിൽ എടുത്തോണ്ട് പോകുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. കാരണം ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ളൊരു 10-70 വയസ്സുള്ളൊരു അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് അത് ഞങ്ങള് 5-6 പേര് കൂടി എടുത്തുകൊണ്ട് വഴി കൊണ്ടുപോയാണ് അവരെ ആശുപത്രി കൊണ്ടുപോയി. അത് വലിയ പ്രയാസമായി. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഒരു വികസനം ഇവിടെയൊന്നും ഇല്ല. കാരണം കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു നഗരസഭ. യാതൊരു രീതിയിലും ഇവിടെ ശ്രദ്ധയില്ല. ഇവിടെ പിന്നെ അതല്ല, സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ്. സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന്, അതുപോലെ തന്നെ വെള്ളമടിക്കാനായിട്ട് ആളുകൾ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറുക. പോലീസൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഏത് സമയത്ത് ഏത് വിധത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാം. അപ്പം ഞങ്ങളൊക്കെ വളരെ ഭീതിയോട് കൂടിയാണ്, സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ ഒരു വോട്ടിന്റെ സമയത്ത് അവർ വോട്ട് ചോദിച്ചു വന്നപ്പോൾ വോട്ടിന്റെ സമയത്ത് ഇവര് അപ്പോൾ നമ്മളെ ഒരു വോട്ടറായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. കാരണം ഇത് അൺറീച്ച്ഡ് ഏറിയാണ്. ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഒരു വിവരം ഇല്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞാൽ അവർക്ക് അതായത് ഈ ഭാഗത്തൊരു 10, 15, 20 വോട്ട് മാത്രമേ ഉള്ളൂ. ഈ 20 വോട്ടും 20 ആളുകൾക്ക് വിഭാഗിക്കപ്പെടും. അപ്പോൾ അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ വോട്ട് ഇവിടെ എത്രയും കൂടുതലോ ആ ഭാഗങ്ങളിൽ നാമമാത്രമായിട്ടുള്ള വഴി, നാമമാത്രമായിട്ടുള്ള വികസനം, അങ്ങനെയുള്ളൊരു രീതിയാണ്. പിന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മൾ വികസനം നടത്തേണ്ടത്. അപ്പം ഈ കക്ഷി രാഷ്ട്രീയമൊക്കെ നോക്കിയാണ്. അപ്പോൾ ഇവിടെ ചില പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആൾ, അവരുടെ വീട്ടിലോട്ട് വഴിയുണ്ട്, അവരുടെ വീട്ടിലോട്ട് വെള്ളമുണ്ട്, അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കുക. അവരേതുവിധ എന്ത് ചെയ്യുക, സാമൂഹ്യ ദ്രോഹ പരിപാടി ചെയ്താലും എന്ത് ചെയ്യുക, യാതൊരു അധികാരികളിൽ നിന്നൊന്നും ഇതുമില്ല. പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക വിരുദ്ധ മേഖല നമുക്ക് പറയാൻ പറ്റും. ഞങ്ങളൊക്കെ ഇവിടെ എത്ര പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം പരാതിക്കാരനായിട്ട് തന്നെ മാറുകയെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യത്തിൻ്റെ അല്ല. ഞാൻ പലപ്പോഴും ഒരു പരാതിയെ കൊടുക്കാറുള്ളൂ. പക്ഷെ ആ പരാതിയിന്മേലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോളയുടെ വിഷയം കൂടെ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ പോളയുടെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം വെള്ളം വളരെ നാറ്റവും തന്നെയല്ല, വളരെ ഒരു രീതിയിലും ഈ വെള്ളം ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കോട്ടയത്തെ
പട്ടണത്തിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ ഒഴുകി വരുന്നത് ഈ കൊടൂരാറ്റിലാണ്. അവിടുന്ന് ഇപ്പം ഇവിടുന്നുള്ള ഈ പോളയും കൂടെ ആയിക്കഴിയുമ്പോൾ ഒരു ഒഴുക്കും ഇല്ലാതായിരിക്കും. അപ്പം അതിൻ്റെ ഭീകരത ഭയങ്കര. നമുക്ക് കുടിക്കാനൊക്കെ എങ്ങനെയാണ്? കുടിക്കാൻ ഞങ്ങൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയി വെള്ളം 2 കൊണ്ടുവരും. കിലോമീറ്റർ സഞ്ചരിച്ചാലേ നമുക്ക് അതായത് വണ്ടിയല്ല കൊണ്ടുവന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാനാണെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ്. യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാനും പോകാനും ബുദ്ധിമുട്ടാണ്. എല്ലാ രീതിയിലും നമുക്ക് നിങ്ങൾക്കറിയാം ഒരു വഴിയില്ല ഇവിടെ. അത് ഓരോരുത്തരും കൈ കയറിയിട്ട് വ്യാജ പട്ടയമൊക്കെ വ്യാജ ആധാരമൊക്കെ ഉണ്ടാക്കിയ അവരുടെ പരിപാടി. അപ്പം നോക്കുമ്പോൾ എല്ലാം വളരെ ക്ലിയറാണ്. പക്ഷെ മഴ അതിന്റെ പെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുകൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മുട്ടറ്റം വെള്ളം ഉണ്ടാവും ഇവിടെ. ഉണ്ട്. നമുക്കിപ്പം വീടൊക്കെ വിട്ട് മാറേണ്ട വീട് വിട്ട് മാറേണ്ട അവസ്ഥയാണ് ഉള്ളത്. അത് ആരും നമ്മളെ ശ്രദ്ധിക്കാറ് പോലും ഇല്ലെന്നുള്ള ഭയങ്കര പ്രശ്നത്തിലാണ് ഇവിടുത്തെ ഓരോ എല്ലാം വലിയ പ്രശ്നത്തിന്. ഓരോരുത്തർക്കും നല്ല സുഖമായിട്ട് വഴിയും വെള്ളവും വെളിച്ചമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ വളരെ എന്ത് ചെയ്യാ ഈ ഒരു കാലത്തും ഇങ്ങനെ ഈ ഒരു കാലത്തും ഇങ്ങനെ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയാണ്. ഭയങ്കര ഹൈടെക് സംവിധാനമുള്ള സന്ദർഭത്തിലാണ് ഇങ്ങനെ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട്. കൗൺസിലർ നോക്കാറില്ല. ഒരു MLA ഉണ്ട്. MLA നോക്കാറില്ല. അപ്പം അത് പിന്നെ പുള്ളിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരാറേ ഇല്ല. കണ്ടിട്ട് പോലും ഇല്ല. ഈ ഭാഗങ്ങളെക്കുറിച്ച് പുള്ളിക്ക് ഒരു അറിവ് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് അവരുടെ കക്ഷി രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവരുടെ ആളുകളെ മാത്രം സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക, അങ്ങനെയുള്ളൊരു സംവിധാനം ഇപ്പം നിലവിലുള്ളത്. അപ്പം നിങ്ങളിങ്ങനെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അതായത് ഒരിക്കലും ആര് എത്തുകയില്ലാത്ത സ്ഥലത്ത് വന്നാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യം അധികാരികൾ എത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. തീർച്ചയായും. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുക. ഈ ഒരു ആധുനിക കാലത്തും വരമ്പിനകം നിവാസികൾക്ക് അവരുടെ വികസനമെന്നത് വെറുമൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുകയാണ്. വോട്ട് ചോദിച്ച് വരുന്നവരോട് അവർക്ക് പറയാനുള്ളതും അവർക്ക് വികസനം വേണം, റോഡ് വേണം, വൈദ്യുതി വേണം എന്നതാണ്. ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഈ കാഴ്ചകൾ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.